എവ്രിവൺ. ബി.എഡ് സ്റ്റുഡൻസിന് ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിക്കാനുള്ള ഒരു പേപ്പറാണ് സൈക്കോളജി എന്ന് പറയുന്നത്. ഡെവലപ്മെൻറ്റ് ഓഫ് ദ ലേണർ, ഫെസിലിറ്റേറ്റിംഗ് ലേണിംഗ് എന്ന് പറയുന്ന ആ ഒരു സൈക്കോളജി പേപ്പറിൽ ഏറ്റവും അവസാനം പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് എഡ്യൂക്കേഷണൽ പ്രൊവിഷൻസ് ഫോർ ലേണർ ഡൈവേഴ്സിറ്റീസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ലേണർ ഡിഫറൻസസ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക്. സോ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഓരോ ടീച്ചേഴ്സിനും പല സ്ട്രാറ്റജീസ് ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് പറയുന്ന ആ ഒരു ചലഞ്ച് നമുക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് പറയുന്നത് നമ്മുടെ മുൻപിലിരിക്കുന്ന ഓരോ സ്റ്റുഡൻസും പല രീതിയിൽ കപ്പാസിറ്റീസും എബിലിറ്റീസും ഇൻട്രസ്റ്റും ഉള്ള സ്റ്റുഡൻസാണ്. അപ്പോൾ അവരുടെ ആ ഒരു ഡൈവേഴ്സിറ്റീനെ കുറിച്ചിട്ടാണ്. അങ്ങനെയുള്ളൊരു ഡൈവേഴ്സിറ്റി ഉള്ള ഒരു ക്ലാസ് റൂമിൽ എങ്ങനെ ടീച്ചർക്ക് കുട്ടികളെ ലേണിംഗ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ കുട്ടികളുടെ ലേണിംഗ് പ്രോസസ്സ് എത്ര സിമ്പിളാക്കി കൊടുക്കാൻ വേണ്ടി പറ്റും, എന്തൊക്കെ തരത്തിലുള്ള സ്ട്രാറ്റജീസ് അക്കോമഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ഇവിടെ ഒരു 5 സ്റ്റെപ്സാണ് അല്ലെങ്കിൽ 5 സ്ട്രാറ്റജീസാണ് പറയുന്നത്. Knowledge of individual potentialities, ability of grouping, adjusting the curriculum. Fourth one, use different teaching methods. Fifth one, special programs for individual learning. So knowledge of individual potentialities എന്ന് പറയുന്നത് ടീച്ചേഴ്സ് മസ്റ്റായിട്ടും അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ എബിലിറ്റീസ് ആവട്ടെ, അവരുടെ കപ്പാസിറ്റീസ് ആവട്ടെ, ഇൻട്രസ്റ്റ് ആവട്ടെ, പേഴ്സണൽ ട്രൈറ്റ്സ് ആവട്ടെ, എന്തും ഒരു ടീച്ചർ അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ മാത്രമാണ് അവരുടെ ലേണിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് കുറച്ച് എളുപ്പമാവുള്ളൂ. ഇതിൽ പലതരത്തിലുള്ള ടൂൾസ് നമുക്ക് ടീച്ചേഴ്സിന് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇൻ്റലിജൻറ്റ് ടെസ്റ്റുകൾ, ക്യുമുലേറ്റീവ് റെക്കോർഡ് കാർഡ്സുകൾ, അതുപോലെ ഇൻട്രസ്റ്റ് ഇൻവെൻറ്ററീസ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ, പേഴ്സണാലിറ്റി അസസ്മെൻറ്റ്സ്, ഇതെല്ലാം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, കുട്ടികളെ അസസ് ചെയ്യുകയും ഇതിലൂടെ നമ്മൾ കുട്ടികളുടെ എബിലിറ്റീസ്, കപ്പാസിറ്റീസ്, ഇൻട്രസ്റ്റ്, പേഴ്സണൽ ട്രൈറ്റുകളൊക്കെ തന്നെ മനസ്സിലാക്കുകയും അങ്ങനെ ഇൻഡിവിജ്വൽ പൊട്ടൻഷ്യാലിറ്റീസിനെ കുറിച്ച് ഒരു നോളേജ് വരുത്തുകയും നമ്മൾ ചെയ്യുകയാണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എബിലിറ്റി ഗ്രൂപ്പിംഗ് ആണ്. ഇങ്ങനെ നമ്മൾ ടെസ്റ്റുകൾ നടത്തിയ സ്റ്റുഡൻസിനെ നമുക്ക് പല ഗ്രൂപ്പുകളായിട്ട് തിരിക്കാം. ബേസ്ഡ് ഓൺ അവരുടെ സ്കിൽസ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ ടെസ്റ്റ് റിസൾട്ട് റിലേറ്റ് ചെയ്തിട്ടാവാം. അവരങ്ങനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണ്. അങ്ങനെ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ഈച്ച് ഗ്രൂപ്പിലേക്കും അവർക്ക് സ്യൂട്ട് ആവുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരുടെ നീഡ്സിനനുസരിച്ചുള്ള രീതിയിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നു. അതുപോലെ അഡ്ജസ്റ്റിംഗ് ദ കരിക്കുലം എന്ന് പറയുന്നത് തേർഡ് ഒരു സ്ട്രാറ്റജി ആയിട്ട് നമുക്ക് കൂട്ടാം. കുട്ടികളുടെ നീഡ്സിനനുസരിച്ചിട്ടും അവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് ശേഷം മാത്രം കരിക്കുലം നമ്മൾ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതിയിൽ മേക്ക് ചെയ്യാം. അതുപോലെ അതിൽ അവരുടെ ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ചെയ്യാം. അതായത് സ്റ്റുഡൻസിൻ്റെ എബിലിറ്റിക്കും അവരുടെ നീഡ്സിനനുസരിച്ചിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് കൊടുക്കുകയും അവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ചുള്ള രീതിയിൽ കരിക്കുലം ബിൽഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾ ആ ഒരു ലേണർ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് അപ്രോപ്രിയേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഫോർത്ത് വൺ എന്ന് പറയുന്നത് യൂസ് ഡിഫറെൻറ്റ് ടീച്ചിങ് മെത്തേഡ്സ്. നമുക്കറിയാം, നമ്മൾ ഒരു മെത്തേഡ് മാത്രം ഉപയോഗിച്ചിട്ടല്ല ടീച്ചിങ് എന്ന് പറയുന്ന ഒരു കാര്യം നടത്തുക. അതുകൊണ്ട് തന്നെ ഓരോ കുട്ടികളുടെ എബിലിറ്റിക്ക് അനുസരിച്ചിട്ടും ഇപ്പോൾ ഒരു ക്ലാസ്സിന് എത്രത്തോളം മാച്ച് ചെയ്യും, അപ്പോൾ എത്രത്തോളം നമ്മുടെ ടീച്ചിങ് സ്റ്റൈൽ മാറ്റണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കിയിട്ട് ടീച്ചേഴ്സ് ഷുഡ് ചേഞ്ച് ദെയർ ടീച്ചിങ് സ്റ്റൈൽ ടു മാച്ച് സ്റ്റുഡൻറ്റ് നീഡ്സ്. അതുപോലെ ലെസൺസ് അതുപോലെ പ്ലാൻ ചെയ്യാം, സ്ട്രാറ്റജീസ് പ്ലാൻ ചെയ്യാം. സ്റ്റുഡൻസിൻ്റെ ലേണിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് ബെറ്റർ ആക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ സ്റ്റൈലിൽ ഒരു ചേഞ്ച് വരുത്താം. സ്പെഷ്യൽ പ്രോഗ്രാംസ് ഫോർ ഇൻഡിവിജ്വൽ ലേണിംഗ് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെയാണ്. കാരണം നമുക്ക് പല മെത്തേഡ്സുകൾ യൂസ് ചെയ്യാം. ഈ ഡാൾട്ടൻ്റെ പ്ലാൻ കൊണ്ടുവരാം, പ്രൊജക്റ്റ് മെത്തേഡ് കൊണ്ടുവരാം, അല്ലെങ്കിൽ അതർ പ്രോഗ്രാംസ് ഒക്കെ തന്നെ കൊണ്ടുവന്നിട്ട് സ്റ്റുഡൻസിന് അവരുടെ ഓൺ ആയിട്ടുള്ള ഒരു സ്പേസിൽ നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം നമുക്ക് ഒരുക്കി കൊടുക്കാം. അപ്പോൾ സ്പെഷ്യൽ പ്രോഗ്രാംസ് ഒക്കെ കൊണ്ടുവന്നിട്ട് ഓരോ കുട്ടികളിലേക്കും ആ ലേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ഈസി ആക്കാം. ഇതിൽ കുറച്ച് പ്രാക്ടിക്കൽ ടിപ്സുകളുണ്ട്. കാരണം നമ്മുടെ ഒരു ക്ലാസ് ചെറുതാക്കി മാറ്റാം, അതായത് ലിമിറ്റഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടും. അപ്പോൾ ഗീവ് ഇൻഡിവിജ്വൽ അറ്റൻഷൻസ് ടു സ്റ്റുഡൻസ്. അതുപോലെ അസൈൻ വർക്ക് ദാറ്റ് മാച്ചസ് ഈച്ച് സ്റ്റുഡൻസ് ലെവൽ. ഓരോ കുട്ടികൾക്കും ഓരോ ലെവലായിരിക്കും, അതിനനുസരിച്ചിട്ടുള്ള അസൈൻമെൻറ്റ്സുകളും കാര്യങ്ങളൊക്കെ തന്നെ അസൈൻ ചെയ്ത് കൊടുക്കുക. അതുപോലെ എക്സ്ട്രാ കോച്ചിങ് സ്ലോ ലേണേഴ്സിന് കൊടുക്കുക. നമുക്കറിയാം, ഒരു കുട്ടിക്ക് ചില കുട്ടികൾ ഭയങ്കര ഗിഫ്റ്റഡ് ആയിരിക്കാം, അവർക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും. ചില കുട്ടികൾക്ക് ചെറിയ രീതിയിലേ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് അനുയോജിതമായിട്ടുള്ള രീതിയിൽ എക്സ്ട്രാ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യണം. സോ ബൈ ഫോളോവിങ് ദീസ് സ്റ്റെപ്സ്, അല്ലെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജീസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ സ്കൂൾസ് ആൻഡ് ടീച്ചേഴ്സ് ക്യാൻ ഹെൽപ്പ് എവറി സ്റ്റുഡൻസ് ലേൺ ഇൻ ദിയർ ബെസ്റ്റ് വേ ഫോർ ദം. അപ്പോൾ ഇതാണ് എഡ്യൂക്കേഷണൽ പ്രൊവിഷൻസ് ഫോർ ലേണർ ഡിഫറൻസസ് എന്ന് പറയുന്നത്.